നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം തടസ്സങ്ങൾ വരാറുണ്ടോ? നിങ്ങളുടെ തൊഴിൽ കാര്യത്തിലും നമ്മൾ വളരെയധികം പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും തടസ്സവും തിരിച്ചടിയും നിങ്ങൾക്ക് ലഭിക്കാറുണ്ടോ? നിങ്ങൾക്ക് അകാരണമായിട്ടുള്ള ഭയം, മനസ്സമാധാനക്കുറവ് എന്നിവ തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് ഇടപെടുന്നതായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഒരു ഗണപതി മന്ത്രമാണ്. തടസ്സങ്ങളെയും വിഘ്നങ്ങളെയും നീക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഗണപതിയുടേത്. അതിൽ തന്നെ ശത്രുദോഷത്തെ ഇല്ലായ്മ ചെയ്യാനും നമ്മുടെ തടസ്സങ്ങളെ മാറ്റുവാനും ശത്രുക്കളെ നശിപ്പിക്കുവാനും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രമാണ് വീര ഗണപതി ഭഗവാന്റെ മന്ത്രം. ഈ ഒരു മന്ത്രം ജപിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ശത്രുദോഷം, ആഭിചാരദോഷം, ശത്രുക്കളാലുള്ള തടസ്സങ്ങൾ എന്നിവ ജീവിതത്തിൽ ഉണ്ടാകുന്നതല്ല. ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത് രാവിലെയാണ്. അതുപോലെ രാവിലെ സമയമില്ലാത്ത ആളുകൾക്ക് വൈകുന്നേരവും ചെയ്യാവുന്നതാണ്. ഉത്തമമായിട്ടുള്ള സമയം രാവിലെയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു മന്ത്രദേവതയെ ഉപാസിക്കേണ്ടതെന്ന് ഞാൻ പറയാം. ആദ്യം നമ്മൾ ആ ഒരു ദേവതയുടെ ധ്യാനമന്ത്രം പറയാം. വേതാള ശക്തി ശരകാർമുക ചക്ര ഖഡ്ഗ ഗഡ്വാംഗ മുത്കരദാങ്കുശ നാഗപാശാൻ ശൂലം ച കുന്ദപരശുദുജ്ജ മുദ്ദഹന്തം വീരം ഗണേശമരുണം സതതം നമാമി. അതായത് 16 കൈകൾ, അതിൽ വേതാളം, വേല്, ശരം, കാർമുകം, ചക്രം, വാള്, മുദ്ഗരം, ഗഡ്വാംഗം, ഗദ, തോട്ടി, നാഗം, കയറ്, ശൂലം, കുന്തം, മഴു, കൊടി ഇവ കൈകളിൽ ധരിച്ച് ഒരു യോദ്ധാവിൻ്റെ ഭാവത്തോടു കൂടി നിൽക്കുന്ന വീരഗണപതി ഭഗവാൻ, ചുവന്ന നിറത്തോടു കൂടിയ വീരഗണപതി ഭഗവാനെ ഞാൻ വണങ്ങുന്നു അല്ലെങ്കിൽ നമിക്കുന്നു എന്നാണ് ഈ ഒരു ധ്യാന ശ്ലോകം നമ്മൾ ജപിക്കുന്നതിൻ്റെ അർത്ഥം. അതായത് ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ രൂപത്തിലുള്ള ഗണപതി ഭഗവാനെ മനസ്സിൽ സങ്കല്പിക്കുക. അതിന് ശേഷം നമ്മൾ ആ ഒരു മന്ത്രം ജപിക്കുക. അപ്പം ഇത് ജപിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ആ ഒരു രൂപം മനസ്സിൽ സങ്കല്പിച്ചാൽ മതിയായിരിക്കും. അപ്പം ഞാൻ ആ ഒരു മന്ത്രം ഒരിക്കൽ പറഞ്ഞുതരാം. ഓം ഗം ഗണപതേ വീരവര ഗണപതേ വഹ വഹ ഹും ഫട്ട് എന്ന മന്ത്രം 108 തവണ ജപിക്കുക. തുടർച്ചയായിട്ട് 21 ദിവസം നിങ്ങൾ ഈ മന്ത്രം ഉപാസിക്കുക. ഒരു ചൊവ്വാഴ്ചയോ വെള്ളി ദിവസത്തിലോ അതുമല്ലെങ്കിൽ ചതുർത്ഥി ദിവസമോ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങാം. നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കൾ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഉള്ള ശത്രുക്കൾ, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം, പല ആളുകളുടെയും ജാതകം വിശകലനം ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ ശത്രുഭാവത്തിൽ, ശത്രുദോഷത്തിൽ വരുന്നത് കാണുന്നുണ്ട്. അത്തരക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയതും ലളിതവുമായിട്ടുള്ള പരിഹാരമാണിത്. അപ്പോൾ 21 ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് മാസത്തിൽ 1 വീതം ജപിച്ചു പോകാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ക്രിയകളുണ്ട്. അത്തരത്തിലുള്ള ക്രിയകൾ ശത്രുവിനെ നശിപ്പിക്കാനുള്ളതാണ് പൂർണ്ണമായിട്ടും. അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ നിന്ന് പലായനം ചെയ്യിക്കുന്ന രീതികളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ മാറാനും ശത്രുക്കൾ ജീവിതത്തിൽ ഉപദ്രവിക്കാതിരിക്കാനും ഈ രീതിയിലുള്ള ഒരു ജപം മാത്രം നമുക്ക് മതിയാവും. നിത്യമായിട്ട് ഉപാസിക്കുന്ന വ്യക്തിക്ക് എത്ര വലിയ ദുഷ്കർമ്മം ചെയ്യുന്ന ഒരു താന്ത്രികനാലും തളയ്ക്കപ്പെടാൻ സാധിക്കില്ല. ഒരു മന്ത്രത്തിനും അല്ലെങ്കിൽ ഒരു ദേവതകൾക്കും നമ്മുടെ ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരു ദേവതകൾ കൊണ്ടും നമ്മളെ ഉപദ്രവിക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് തടസ്സം ചെയ്യുവാൻ അല്ലെങ്കിൽ ആഭിചാരം ചെയ്യുവാൻ സാധിക്കില്ല. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ജാതക സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തികം, തൊഴിൽ, വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ, തടസ്സ നിവാരണം ഉൾപ്പെടെ നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ
ജനന സമയമോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ നമുക്ക് വെച്ച് നോക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ കൈയുടെ രേഖ പരിശോധിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫലങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാവുന്നതാണ്. അപ്പോൾ ഏവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിനും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്